എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ദേവന്മാരും അവർക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ അല്ലെ ദേവിമാർക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഓരോ ദേവന്മാർക്കും വിശേഷമായിട്ടുള്ള നിവേദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വിശേഷമായിട്ടുള്ള പുഷ്പങ്ങളുണ്ട്. അപ്പോൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിശേഷ പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലിയും മാല കെട്ടി ചാർത്തുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അത് നമ്മളുടെ വിദ്യാകാര്യത്തിനും മംഗല്യകാര്യത്തിനും പിന്നെ രോഗനിവാരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ദേവന്മാർക്കും അങ്ങനെ ചെയ്യുന്ന രീതിയുണ്ട്. അതിൽ നമുക്ക് നോക്കാം ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കറുകമാലയാണ്. രോഗനിവാരണത്തിനും പിന്നെ ആയുസ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറി ആയുസ് നീട്ടിക്കെട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, കറുകമാല ചാർത്തുന്ന ഒരു രീതി ഗണപതി ഭഗവാനുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് തുമ്പപ്പൂമാല ചാർത്തുന്ന രീതിയുണ്ട്. പിന്നെ നാരങ്ങാമാല ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിക്കും അത് പുഷ്പമല്ല, എന്നാലും അങ്ങനെ ഒരു സമ്പ്രദായം കൂടെയുണ്ട്. പിന്നെ മഹാദേവനാണെങ്കിൽ ഏറ്റവും പ്രധാനം കൂവളമാലയാണ്. കൂവളമാല ചാർത്തുന്ന രീതി മഹാദേവന് ശിവന് കണ്ടുവരുന്നുണ്ട്. പിന്നെ കൂവളം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. അതുകൂടാതെ എരിക്കിൻ പൂ കൊണ്ട് മാലയും എരിക്കിൻ പൂ കൊണ്ട് പുഷ്പാഞ്ജലിയും മഹാദേവന് ചെയ്യാറുണ്ട്. മഹാവിഷ്ണു ആണെങ്കിൽ തുളസി മാലയാണ് പ്രധാനം. തെച്ചിയും തുളസിയും താമരയും മഹാവിഷ്ണുവിന് പ്രധാനമാണെങ്കിലും തുളസി മാല കണ്ടുവരാറുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും ശംഖുപുഷ്പം കൊണ്ട് മാല ചാർത്തുന്നതും മഹാവിഷ്ണുവിന് വളരെ പ്രധാനമാണ്. ഇനി നാഗത്തേവരാണെങ്കിൽ കവുങ്ങിൻ പൂക്കുല കൊണ്ടുള്ള മാല വളരെ വിശേഷമായിട്ട് കാണാറുണ്ട് നാഗത്തേവരാണെങ്കിൽ. അങ്ങനെ ഓരോ ദേവനും വ്യത്യസ്തമായിട്ടുള്ള പുഷ്പങ്ങളും പിന്നെ പുഷ്പാഞ്ജലി ചെയ്യാൻ വ്യത്യസ്ത പുഷ്പങ്ങൾ എടുക്കുന്നതൊക്കെ കാണാറുണ്ട്. ഭഗവതിയാണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പൂ കൊണ്ട് പുഷ്പാഞ്ജലി, തെച്ചിപ്പൂ കൊണ്ടും ചെമ്പരത്തിപ്പൂവും ഭദ്രകാളിക്ക് വിശേഷമായിട്ട് കാണാറുണ്ട്. തെച്ചിപ്പൂ കൊണ്ട് മാല കെട്ടുകയും തെച്ചിപ്പൂ ഗുരുതിയിൽ മുക്കി പുഷ്പാഞ്ജലി ചെയ്യുന്നതുമൊക്കെ ഭദ്രകാളിക്ക് വിശേഷമായിട്ട് കാണാറുണ്ട്. പിന്നെ സൂര്യഭഗവാന് വെള്ള എരിക്ക് കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്ന രീതി കാണാറുണ്ട്. അതുപോലെ തന്നെ വെള്ള ശംഖുപുഷ്പം കൊണ്ട് സൂര്യഭഗവാന് ആദിത്യ ഭഗവാന് പിന്നെ പൂജ ചെയ്യുന്നതും പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ വിശേഷമായിട്ടുള്ള ദ്രവ്യകലശത്തിനും ഒക്കെ വിശേഷ ദ്രവ്യമായിട്ട് വ്യത്യസ്ത പുഷ്പങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. നമുക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമിയാണെങ്കിൽ ചെങ്ങഴനീർപ്പൂവ്, അതായത് നീലത്താമര എന്നൊക്കെ പറയുന്ന ചെങ്ങഴനീർപ്പൂവ് കൊണ്ട് ഒരു വിശേഷ ദ്രവ്യമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ കലശത്തിലൊക്കെ കാണാറുണ്ട്. പിന്നെ മുക്കുറ്റി അശ്വാരൂഢ മന്ത്രം കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റി ഹോമിക്കുന്ന രീതിയുണ്ട്. ആ സമയത്ത് അശ്വാരൂഢ മൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് വരുന്ന ഭഗവതിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭഗവതിക്ക് വിശേഷമായിട്ടുള്ള മുക്കുറ്റി. അങ്ങനെ ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും നമ്മളുടെ ഇഷ്ടകാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉദ്ദിഷ്ടകാര്യ ആയിട്ടുള്ള നമ്മളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വിശേഷ പൂ കൊണ്ട് പുഷ്പാഞ്ജലിയും മാല ചാർത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.